യെസ്, മടങ്ങിയെത്തുമ്പോൾ നമുക്കൊപ്പം ഒരു അതിഥിയുണ്ട്. അനുകരണ കലയിലെ രസതന്ത്രവുമായി മിമിക്രി കലാകാരൻ അജേഷ് മൺവിളയാണ് നമുക്കൊപ്പം ചേരുന്നത്. അജേഷ്, വെരി ഗുഡ് മോർണിംഗ്, സ്വാഗതം ന്യൂസ് 18ലേക്ക്. ഗുഡ് മോർണിംഗ്. ന്യൂസ് 18 കേരളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പിന്നെ എൻ്റെ സുഹൃത്ത് അജിനാസ് കൂടരിഞ്ഞ്, അവനാണ് ഇതിലോട്ട് എന്നെ ഈ പ്രോഗ്രാമിലോട്ടൊന്ന് കണക്ട് ചെയ്തവനും നന്ദി. ശരി ശരി. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഒരു വെടിക്കെട്ട് ഐറ്റത്തിൽ നിന്ന് അങ്ങ് തുടങ്ങിയാലോ? നമുക്ക് ആദ്യം ഒരു വെറൈറ്റി പിടിക്കാം. അതായത് കോട്ടയം പ്രദീപേട്ടൻ്റെ ശബ്ദത്തിൽ നിന്നും ജെ ഹൈയിലെ ബേസിൽ ജോസഫിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച കനകമ്മ, കുടശനാട് കനകം, അപ്പം ആ ഒരു വോയിസിലോട്ടുള്ളൊരു മോർഫി. ഓ ശരി ശരി, അത് നോക്കാം. പ്രിൻസിപ്പാലിനെ ഒന്ന് മുഖം കാണിക്കണമെന്ന് അറിയിച്ചായിരുന്നു. അവർക്കേ വാക്കിലിടാൻ വേറെ ആൺമക്കളുണ്ട്. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഈ ഒന്നേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതിരുന്നേ നേർച്ചയും വഴിപാടും ഉരുളയും കൂടി കമഴ്ത്തിയുണ്ടായ ഉരുപ്പടി അടിയൊന്നുമല്ല. ചവിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ, ഒരു മനുഷ്യനെ എങ്ങനെ എടുത്തിട്ട് ചവിട്ടാമോ? ഇന്ന് ചവിട്ടുകൊണ്ട് ചെറുക്കാൻ വീണതേ ഈതയുടെ പറമ്പില. അവിടെ നിന്ന് അവർക്ക് എടുത്തുകൊണ്ട് വന്നേ. ഈ ചെറുക്കൻ കിഴങ്ങനായി വേണ്ടില്ലേ അവൻ എടുത്തിട്ട് തട്ടുന്നേ? വേറെ വല്ലയിടത്തുവാണെങ്കിൽ ഇതൊക്കെ നടക്കൂ? നീ പറ. താങ്ക് യു അജേഷ്, അടിപൊളി. എന്തായാലും ഇങ്ങനെ ഒരു ട്രാൻസിഷൻ പറ്റുമെന്ന് എങ്ങനെയാ കണ്ടുപിടിച്ചത്? അത് സ്വന്തമായിട്ട് ഓരോന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നു. അത് ശരി. അപ്പം ഈ കലാരംഗത്ത് എത്തിയിട്ട് എത്ര കാലമായി അജേഷ്? ഒരു സെക്കൻഡ്, ജസ്റ്റ് ഒന്ന് ഓളിയം. ഓക്കെ ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആ, കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഞാൻ ചോദിച്ചത് എത്ര കാലമായി ഈ മിമിക്രി കലാരംഗത്ത് എത്തിയിട്ട് എന്നുള്ളതാണ്. ഒരുപാട് വർഷമൊന്നും ആയിട്ടില്ല. സ്കൂൾ കോളേജ് കാലഘട്ടത്തിലൊന്നും ചെയ്തിട്ടില്ല. അതിന് ശേഷമാണ് മിമിക്രിയിലോട്ട് വന്നത്. ചെയ്തിട്ടില്ല. അപ്പൊ സാധാരണ എല്ലാവരും ഈ കലോത്സവ വേദികളിൽ കൂടിയൊക്കെയാണ് പ്രൊഫഷണൽ മിമിക്രി രംഗത്തേക്കൊക്കെ എത്തുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഹിസ്റ്ററി ഒന്നും ഇല്ല. കുറച്ച് ലേറ്റായാണ് വന്നത്. അപ്പൊ ചെറുപ്പത്തിലെ പക്ഷെ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ചെയ്ത് നോക്കുമായിരിക്കുമല്ലോ അല്ലെ? ചെറുപ്പത്തിലൊന്നും ഇല്ല. ഇല്ല. അപ്പൊ പിന്നെ പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് തോന്നിയതാണോ എനിക്കിത് പറ്റുമെന്നുള്ളത്? സിനിമയാണ് ആഗ്രഹം, സിനിമ അഭിനയിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ സിനിമയിലോട്ടുള്ള ഒരു വഴി എന്നുള്ള രീതിയിൽ. പക്ഷെ ഇത് 1000-ൽ ഒരാൾക്കൊക്കെ കിട്ടുന്ന ഒരു കഴിവാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്നൊരു ദിവസം നമ്മൾ വിചാരിച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ. എല്ലാം സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. അപ്പൊ ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ ഐറ്റം ഏതാ? ആദ്യം ഞാൻ കഴക്കൂട്ടത്ത് ഒരു മൊബൈൽ ഷോപ്പിൽ പാർട്ട് ടൈം ആയിട്ട് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ. അപ്പൊ അവിടെ ഇരുന്നിട്ടാണ് ആദ്യമായിട്ടൊരു സൗണ്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നത്. ഓർബിറ്റ് മൊബൈൽസ് എന്നാണ് ഷോപ്പിന്റെ പേര്. അപ്പം അന്ന് ലാൽ സാറിന്റെ ശബ്ദം, നമ്മളെ കല്യാണരാമൻ സിനിമയിലെ ലാൽ സാറിന്റെ ശബ്ദത്തിലാണ് മിമിക്രിയിലോട്ടുള്ള തുടക്കം. ആ ശബ്ദം ഞാൻ ഒന്ന് എടുക്കാം. ഓ ശരി. അമ്മാടി തറവാട്ടിക്ക് ഒരു സമ്മതത്തിലേക്കുള്ള യോഗ്യത ഇല്ലെന്നറിയാം. നിങ്ങളുടെ മനസ്സ് കേട്ടപ്പോ, നിങ്ങളുടെ വിഷമം കേട്ടപ്പോ സഹിക്കാൻ പറ്റുന്നുണ്ട്. തമ്പി സാർ സമ്മാനിക്കുന്നത് മോളെ മതി. ടെണി എത്ര വലിയ ഡോക്ടറാണെങ്കിലും ഞാൻ പറഞ്ഞ അവൻ കേൾക്കും. സാറിന്റെ മോളുടെ കല്യാണം നിശ്ചയിച്ച മുഹൂർത്തന്നെ നടക്കുകയും ചെയ്യും. ഇനി ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇതായിരുന്നു വോയിസ്. അജേഷ്, അപ്പൊ ആദ്യമായിട്ട് ഈ ഒരു നമ്പർ ആളുകളെ കേൾപ്പിച്ചപ്പോ ആരെയാണ് ആദ്യം കേൾപ്പിച്ചത്? എന്തായിരുന്നു ഫസ്റ്റ് റിയാക്ഷൻ? അല്ല, ആദ്യം സുഹൃത്തുക്കളെയൊക്കെ തന്നെയാണ് കേൾപ്പിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ? ഈ സൗണ്ട് ഏഷ്യാനെറ്റിൽ ലാൽ സാറിന്റെ മുമ്പിൽ ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഓ അത് ശരിയാ. കോമഡി സ്റ്റാർസിൽ 2019. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കമന്റ്? അപ്പോ അദ്ദേഹം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നീട് ഒരു അതായത് അജേഷിന്റേതായ ഒരു സിഗ്നേച്ചർ ഐറ്റം അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടോ? പിന്നെ ഗണേഷ് കുമാർ സാറിന്റെ ശബ്ദം ചെയ്യാറുണ്ട്. ശരി, മന്ത്രി. ന്യൂസ് 18 കേരള അല്ലേ, അപ്പൊ നമുക്ക് ഗണേഷ് കുമാർ സാറിന്റെ ശബ്ദം ഒന്ന് ചെയ്യാം. ഓ ആയിക്കോട്ടെ. നമ്മുടെ മുമ്പ് അരിക്കൊമ്പന്റെ ഒരു വിഷയം നടന്ന സമയത്ത് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന, ഒരു 3-4 ഡയലോഗ്. ഈ അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആന ഇവിടെ ഒക്കെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ നമ്മളെങ്ങനെ നമ്മളെ മക്കളെ പള്ളിക്കൊടുത്തി വിടും? എന്ത് സമാധാനത്തിരിക്കും വീട്ടുകാർ? അല്ല, ഇത് പറയുന്നവർക്കും ഇല്ലയോ വീട്ടിൽ മക്കളൊക്കെ? ഞാനിങ്ങ് ടൗണിലാണ് താമസിക്കുന്നത്, എൻ്റെ മക്കളെ ആന ചവിട്ടി കൊല്ലത്തില്ല എന്ന് പറയുന്ന മര്യാദകേട് ഒട്ടും ശരിയല്ല. താങ്ക് യു. ഓ അടിപൊളി അടിപൊളി. അപ്പം ഈ ഒരു വ്യക്തിയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ എനിക്കിത് അനുകരിക്കാൻ കഴിയും എന്ന് തോന്നുന്നത് എങ്ങനെയാണ്? അത് പ്രാക്ടീസ് ചെയ്ത് വെറുതെ നോക്കി തുടങ്ങുന്നതാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ്? ആ ഒരു കാര്യം ഒന്ന് പറയാമോ? അതായത് നമുക്ക് ഇപ്പം എന്ത് കാര്യത്തിനും നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്താൽ പറ്റും. അപ്പം മിമിക്രി അത്ര ഇഷ്ടമായതുകൊണ്ടും
നമ്മൾ ആ ഒരു സൗണ്ട് നമ്മൾ ആ ഒരു പോർഷൻ കുറച്ച് പ്രാവശ്യം കാണും. കണ്ടിട്ട് ആദ്യം സ്വന്തം സൗണ്ടിലൊന്ന് പറഞ്ഞ് പഠിക്കും. പഠിച്ചിട്ട് പിന്നെ അതിൻ്റെ മോഡുലേഷൻ കാര്യങ്ങളെല്ലാം നോക്കി ഇത്തിരി കുറച്ച് പണിയുണ്ട്. പിന്നെ ഇഷ്ടമുള്ളതുകൊണ്ട് ഒരു പാടായിട്ട് തോന്നൂല. പക്ഷെ എത്ര ദിവസം എടുക്കുമായിരിക്കും ഇപ്പം ഒരാളുടെ സൗണ്ട് പഠിച്ചെടുത്ത് അത് അനുകരിക്കാനായിട്ട്? അത് ഓരോരുത്തരുടെ ചിലത് പെട്ടെന്ന് നമുക്ക് കിട്ടും, നമ്മുടെ സൗണ്ടിൽ തന്നെ കാണും. പിന്നെ മിക്ക നടന്മാരുടെ സൗണ്ടും ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ആകുമ്പോൾ തന്നെ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള സെലിബ്രിറ്റി ആരാ? അങ്ങനെ കുറച്ചൊക്കെ ചെയ്യാറുണ്ട്. എളുപ്പമായിട്ട് ഇങ്ങനെ ഒരു ഐറ്റം കൂടി. പിന്നെ ഒരു വെറൈറ്റി ജനാർദ്ദന സാറിന്റെ ശബ്ദം. ഇപ്പൊ രാവണപ്രഭു സിനിമയിൽ അച്ഛൻ മോഹൻലാലായിട്ട് ജനാർദ്ദന സാറാണ് ചെയ്തതെങ്കിൽ അത് ഞാൻ തന്നെ കണ്ടെത്തിയ ഒരു സംഭവമാണ്. ഓ ശരി ശരി. അതായത് മംഗലശ്ശേരി നീലാണ്ടനായിട്ട് ഉള്ളൊരു സംഭവം. കഴുത്തിന് പകരം വലങ്കൈ അറുത്തതും പിന്നെ കുഞ്ഞനന്ദൻ എനിക്ക് പകരം മരിച്ചപ്പോ തല്ലിക്കൊല്ലാതെ വിട്ടതും നീലകണ്ഠന്റെ കഴിവുകേടായി കാണരുത്. നീ വഴി മാറടാ മുണ്ടക്കൽ ശേഖര. ഇങ്ങനൊരു സാധനം. ഈ പ്രൊഫഷണൽ മിമിക്രി കലാരംഗത്തേക്കൊക്കെ എത്തിയിട്ട് ഇപ്പൊ എത്ര നാളായി? സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യാറുണ്ടോ? സ്റ്റേജ് ഷോസ് ചെയ്യാറുണ്ട്. ചാനൽ, TV ചാനൽ. ഇപ്പം കുറച്ച് നാളാവേ ഉള്ളൂ, ഒരുപാട് വർഷങ്ങളൊന്നും ആയില്ല. പക്ഷേ ഈ ചെറിയ കാലയളവിന്റെ ഉള്ളിൽ തന്നെ ഒരു വലിയ ഒരു പ്രൊഫഷണൽ നിലയിലേക്ക് എത്താൻ അജേഷിന് സാധിച്ചു എന്നുള്ളതാണ്. അതിനൊരു കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പം എങ്ങനെയാണ് മറ്റുള്ള ഐറ്റംസ്? പൊതുവേ ഈ സ്റ്റേജിൽ എത്ര മണിക്കൂർ ഒരു അല്ലെങ്കിൽ എത്ര മിനിറ്റ് ആണ് ഒരു പെർഫോമൻസ് ഉണ്ടാവുക? അതിൽ ചെയ്യുന്ന നമ്പേഴ്സ് ഒക്കെ ഏതൊക്കെയാണ്? ഞങ്ങളിപ്പം സ്റ്റേജ് ഷോയിൽ ഇടയ്ക്ക് കുറച്ച് സ്റ്റാർസ്, പിന്നെ സ്പോട്ട് ഡബിങ് ചെയ്യാറുണ്ട്. വിഷ്വൽ എപ്പോഴും ടീമായിട്ടാണോ ചെയ്യാറ്? ഓക്കെ. അപ്പം അജീഷ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? അതായത് സ്പോട്ട് ഡബ് ചെയ്യാറുണ്ട്, സ്ക്രീനിൽ ഇട്ടിട്ട് അങ്ങനെ ഡബ് ചെയ്യാറുണ്ട് കുറച്ച് സംഭവം. പിന്നെ അല്ലാതെ വോയിസ് ഇമിറ്റേഷൻ അങ്ങനെ. പിന്നെ ഇപ്പൊ പുതിയൊരു സംഭവം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു ന്യൂ ഇയർ മുതൽ അത് ഓക്കെ ആവും. ന്യൂ ഇയറിനെ റിലീസ് ചെയ്യുന്നുള്ളൂ പുതിയ കുറച്ച്. ഇപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? അല്ല, അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കുറച്ച്. അത് മിമിക്രി ഷോയുടെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം കുറച്ച് മെന്റലിസം അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഓ അത് ശരി. അപ്പൊ അതൊന്ന് സെറ്റ് ആയിട്ട് അപ്പോൾ അതാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ പിന്നെ ഒരു ഐറ്റം കൂടി ഞങ്ങളെ ഒന്ന് കാണിക്കാം. സഞ്ജു സാംസന്റെ ശബ്ദം ഒന്ന് കേൾക്കാം. ഓ ശരി. ഒരു രീതിയുണ്ട്, കാരണം ഞാൻ എല്ലാ കൊല്ലവും ഒരു രീതിയുണ്ട്. കാരണം ഞാൻ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായിട്ട് പലരോട് ചോദിക്കാറുണ്ട്, കേരളത്തിൽ നിന്ന് ആരെങ്കിലും ടീമിലെടുത്താന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു രീതിയുണ്ട്, കാരണം ഞാൻ എല്ലാ കൊല്ലവും കുറച്ച് പ്ലേയേഴ്സിനെ ട്രയൽസിനെ കൊണ്ടുപോകാറുണ്ട്. ഇപ്പോൾ കുറച്ച് പേരെ എടുത്തിട്ടുമുണ്ട്, എടുക്കാതെ പോയിട്ടുമുണ്ട്. ഒന്നുമില്ല ഏട്ടാ, ബോൾ കിട്ടിയാൽ വലിച്ച് അടിക്കാനേ തോന്നുള്ളൂ. അടിപൊളി. അപ്പോൾ അജേഷ്, ഇപ്പോൾ ഒരു സംശയം ചോദിക്കുകയാണ്. നമുക്കിത് അറിയില്ലല്ലോ, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്നും നമുക്കറിയില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു സമയത്ത് ഇത് ട്രൈ ചെയ്യുന്ന സമയത്ത് സ്റ്റേജിലൊക്കെ നിൽക്കുമ്പം വിചാരിച്ച പോലെ വരുന്നില്ല എന്ന് തോന്നുന്ന സമയമുണ്ട്. ഈ തൊണ്ട അഡ്ജസ്റ്റ് ചെയ്തിട്ടാണല്ലോ ഇതിങ്ങനെ പറയുന്നത്. അതിപ്പോ തന്നെ ഞാൻ ഇപ്പം ഇന്ന് ഈ പ്രോഗ്രാമിന് വന്നതും പെട്ടെന്നായിരുന്നു. അപ്പൊ എനിക്ക് ചെറിയ തൊണ്ടയുടെ പ്രശ്നം ഉണ്ടായിരുന്നു, ഇടയ്ക്ക് പനിയായിട്ട് ഇപ്പൊ കുറഞ്ഞു വന്നത്. അപ്പൊ ഇന്നലെയാണ് ഇത് സെറ്റ് ആയത്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്നാലും ചെയ്യാൻ പറ്റും. എങ്കിലും ചില വോയിസ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് പെട്ടെന്ന്. എപ്പോഴും സ്റ്റേജിൽ തുടങ്ങുന്ന ഒരു ഐറ്റം ഏതാ? അങ്ങനെ കറക്റ്റായിട്ടൊരു ഇതില്ല, ഷഫിൾ ചെയ്തൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ക്യാപ്റ്റൻ രാജു സാറിന്റെ സൗണ്ട് ചെയ്യാറുണ്ട്, പഴയ ഉദയപുരം സുൽത്താൻ സിനിമയുടെ. അതൊക്കെ സ്റ്റേജിൽ ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ കൂടി ചെയ്തോളൂ. കേട്ടില്ലേ അവൻ പറഞ്ഞത്? സ്നേഹത്തിന്റെ വില എന്തെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. എടി കൊച്ചേ, ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോ ഒന്നുകൂടി അപേക്ഷിക്ക്, അടുത്ത ജന്മത്തിലെങ്കിലും മക്കളുടെ മനസ്സറിയുന്ന തന്തയ്ക്ക് പിറക്കാൻ. വിവാഹത്തിന് തടസ്സമായിട്ട് ഞങ്ങൾ ഔട്ട് ഹൗസിൽ ഉണ്ടാവില്ല. നാളെ മുഹൂർത്തത്തിന് മുമ്പേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകാം. കല്യാണം മംഗളമായി നടക്കട്ടെ. ഓ അടിപൊളി. അപ്പൊ സിനിമയാണ് ലക്ഷ്യം. അപ്പൊ ഓഡീഷനൊക്കെ പോവാറുണ്ടോ? ഒരു സിനിമ ചെയ്തായിരുന്നു, അത് റിലീസ് ആയിട്ടില്ല, വെയിറ്റിംഗ് ആണ്. ഗോഡ്സ് ട്രാവൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു സുഹൃത്ത് അനീഷ് ചേട്ടൻ സംവിധാനം ചെയ്ത സിനിമ. ഓ അത് ശരി. അപ്പം ഇനിയുള്ള സ്റ്റേജ് ഷോസ് ഒക്കെ എങ്ങനെയാണ്? ഇനിയുള്ള സ്റ്റേജ് ഷോസ് ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പം മെന്റലിസം കുറച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് മിമിക്രി, മെന്റലിസം അങ്ങനെ ഒരു 1 മാൻ ഷോ ഇതിലോട്ട് പോകാനാണ്
പുതുവർഷം തൊട്ടുള്ള ഒരു ആഗ്രഹം. അതിന്റെ പ്ലാനിങ്ങിലാണ് അല്ലേ? പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം അജേഷ്, കണ്ടതിലും പരിചയപ്പെട്ടതിലും അജേഷിന്റെ ഈ മിമിക്രി കല ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചതിലും ഒക്കെ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയും ഒരുപാട് ഉയരത്തിൽ എത്തട്ടെ, ഒരുപാട് പ്രോഗ്രാം കിട്ടട്ടെ, അജേഷിന്റെ ആഗ്രഹം പോലെ തന്നെ സിനിമയിലും അവസരം കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അജേഷ് മൺവില മിമിക്രി കലാകാരനാണ് നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ കണ്ടു അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ നമ്മൾ മറ്റു